ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീനിലുള്ള ഒരുപാട് സ്ഥലത്ത് ബോംബിടുന്നു, ഒരുപാട് കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, ആളുകൾ മരിക്കുന്നു, ഒരുപാട് കെട്ടിടങ്ങൾ നശിക്കുന്നു. ലോകത്തിൽ പലവർക്കും ഇതുവരെയും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാത്തൊരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ഇല്ല. പക്ഷേ അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും അതിൻ്റെ അടിയിൽ ഒരു ടണലുണ്ട്. ഹമാസ് പാലസ്തീൻ മുഴുവനും ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് ബങ്കർ സിസ്റ്റത്തിന് ഉള്ളിലിരുന്നുകൊണ്ടാണ് ഇവർ ഇസ്രായേലിനെതിരെ പോരാട്ടം അഴിച്ചുവിടുന്നത്. ഇതിനുള്ളിൽ 2-3 നിലകളുള്ള ബങ്കറുകളുണ്ട്, അവിടെ വെടിക്കോപ്പുകളുണ്ട്. പാലസ്തീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവനായിട്ടും ഇതുപോലുള്ള ബങ്കറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ബങ്കറിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുടെ ചലനങ്ങൾ വീക്ഷിച്ചിട്ടാണ് ഡ്രോണുകളിലൂടെ അവർ ബോംബ് തൊടുത്തുവിടുന്നത്. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോയിട്ട് ഈ ബങ്കർ പൊളിക്കാൻ പറ്റുന്ന ബോംബുകളാണ് ഇതിനുള്ളിലിരിക്കുന്നത്. അങ്ങനെയുള്ള ബോംബുകളാണ് അവർ ആകാശത്തു നിന്ന് തൊടുത്തുവിടുന്നത്. അപ്പോൾ ഈ ബങ്കറുകളൊക്കെ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോസ്റ്ററിൽ IDF ആർമി, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, യാഹിയ സിൻവറിൻ്റെ മൃതശരീരം ഇതുപോലുള്ള ബങ്കറിൽ നിന്നാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന യാഹിയ സിൻവർ ബങ്കറിൻ്റെ അകത്തായിരുന്നു തൻ്റെ ജീവിതത്തിലെ സിംഹഭാഗവും ഇരുന്നിരുന്നത്. കാരണം അതിനുള്ളിൽ ആയാൽ പിന്നെ ആരും തന്നെ ആക്രമിക്കില്ലല്ലോ. അഡോൾഫ് ഹിറ്റ്ലറും ഇതുപോലെ തന്നെയായിരുന്നു, ഇതുപോലുള്ള ബങ്കർ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്നത്. ഈ ബങ്കറൊക്കെ വളരെ ശക്തമായിട്ടുള്ള കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ബങ്കറാണ്. അങ്ങനെയൊന്നും അത് ഇളകിപ്പോവുകയോ മണ്ണിടിച്ചിൽ വരികയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ ബോംബ് ആകാശത്തു നിന്ന് ഇടുമ്പോൾ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പാലസ്തീൻകാരാണ് മരിക്കുന്നത്. അത് ഹമാസ് ആ പാലസ്തീൻകാരെ അവിടെ മുകളിൽ നിർത്തിയിട്ട് അതിന് താഴെ അവർ ബങ്കറിനുള്ളിലിരുന്നിട്ടാണ് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആകാശത്തു നിന്ന് ഈ നിരന്തരമായി പാലസ്തീൻ മുഴുവൻ ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരുപാട് നിരപരാധികൾ മരിക്കുന്നുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്.